രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ട്രാൻസ് യുവതി ഉയർത്തുന്നത് തന്നെ റേപ്പ് ചെയ്യും പോലെ ഉപയോഗിക്കണമെന്നൊരാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ തന്നോട് ആവശ്യപ്പെട്ടു എന്നതാണ് പറയുന്നത്. അത് കേരളത്തിൽ വേണ്ട, തനിക്ക് കേരളത്തിൽ അത്തരം ഒരു സമയം ചെലവഴിക്കാൻ സാധ്യമാകില്ല, അതുകൊണ്ട് ബംഗളൂരുവിലോ ഹൈദരാബാദിലോ മറ്റോ പോകാം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നാണ് പറയുന്നത്. ഇതുവരെ തനിക്കെതിരെ ആരും പരാതി നൽകിയിട്ടില്ല. ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു താൻ. ഇവിടെ നിയമം പറയുന്നതല്ലാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഘോര മാധ്യമങ്ങളോട് ഇന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. മാധ്യമങ്ങളെ അനുസരണ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ആവർത്തിച്ച് ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആരോപണത്തെ നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തവണ പരാതി എവിടെ, മുഖമില്ലാത്ത പരാതികൾ എന്നത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ധാർമ്മികതയ്ക്ക് വേണ്ടിയാണ് തന്റെ രാജി എന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്കൊപ്പം ട്രാൻസ് യുവതി അവന്തിക ചേരുകയാണ്. അവന്തിക പറഞ്ഞ തുറന്നു പറച്ചിലിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവന്തികയോട് ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ഈ ഇത്രയും മോശമായ രീതിയിൽ റേപ്പ് ചെയ്യണം തന്നെ എന്നൊരു ആവശ്യം താങ്കളോട് വെച്ചത്? എന്തായിരുന്നു അതിനുള്ള സാഹചര്യം? എന്തായിരുന്നു താങ്കളുടെ പ്രതികരണം? അതിൽ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് രാഹുലിനെ ഞാൻ തമ്മിൽ പരിചയത്തിലാണ്. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് രാഹുൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് അയച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ആൾക്ക് താല്പര്യമുണ്ട്, അത് ഇവിടെ വെച്ച് സാധിക്കില്ല, നമുക്ക് ഇവിടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോയി റേപ്പ് ചെയ്യണമെന്നാണ്, എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് രാഹുൽ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. കാരണം ഒരിക്കലും ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ല. അയാൾ ഒരു ലൈംഗിക വൈകൃതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ജനപ്രതിനിധിയാണ്, അയാൾ നമ്മളാ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നിയമസഭയിൽ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാളാണ് എന്നെ പോലൊരു വ്യക്തി എടുത്ത് പറഞ്ഞിരിക്കുന്നത് റേപ്പ് ചെയ്യണമെന്ന്. എത്ര തരം താഴ്ന്ന രീതിയിലാണ് അത്, എത്ര ധൈര്യത്തോടെയാണ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇത്തരത്തിൽ സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. അതുള്ള ധൈര്യം രാഹുലിന് ആ ഗഡ്സ് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്നാൽ തന്നെ ആ യുവനടി വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇയാൾ അയക്കുന്ന മെസ്സേജുകളെല്ലാം തന്നെ ഡിസപ്പയറിംഗ് ആയിട്ടുള്ള മെസ്സേജുകൾ. നമ്മൾ ആ മെസ്സേജ് ഒന്ന് കണ്ടാൽ അത് ഡിലീറ്റ് ആയി പോകും. ഇത്തരം മോശം സംഭാഷണങ്ങൾക്ക് എപ്പോഴും ടെലഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. അതെ, ടെലഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. ടെലഗ്രാമിന്റെ പ്രൈവസി അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. മെസ്സേജ് അയച്ചതിന് ശേഷം ആ മെസ്സേജ് നമുക്ക് പിന്നീട് റീഡ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പോവുകയാണുള്ളത്. ഈ ന്യൂസ് പോകുമ്പോൾ തന്നെ ഇപ്പോഴും എനിക്ക് കോളുകൾ അയാളുടെ ഭാഗത്ത് നിന്ന് വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ 3 പ്രാവശ്യം അയാളെ വിളിച്ചോണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോള് എനിക്ക് വന്നോണ്ടിരിക്കുകയാണ്. സ്ക്രീൻഷോട്ട് കാണിക്കാമോ അവന്തിക? തീർച്ചയായും. സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചർച്ച നടക്കുമ്പോൾ 5:30 അവന്തികയെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ്. അതിന് മുമ്പ് 11:28 വിളിച്ചിട്ടുണ്ട്, 11:27 അങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് മുൻപും ആ കോളുകൾ വന്നത് നമുക്ക് കാണാം. അവന്തിക നേരത്തെ നമ്മളോട് തുറന്നു പറഞ്ഞതാണ്, വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുൻപ് ഏതാണ്ട് 1 മണിയോട് കൂടിയാണ് വാർത്താ സമ്മേളനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത്. അതിന് മുൻപ് അവന്തികയെ വിളിച്ചിരുന്നു എന്നത് പറഞ്ഞിരുന്നതാണ്. ആ വിളിച്ചിരുന്നതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഒരുപക്ഷെ ഇനി കൂടുതലെങ്കിലും ഒന്നും പറയരുതേ എന്ന് അഭ്യർത്ഥിക്കാനാകും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനാകും. എന്താണ് ഉദ്ദേശമെന്ന് അറിയില്ല. മറ്റ് പല കാര്യങ്ങൾ അവന്തിക വളരെ ഗുരുതരമായ കാര്യങ്ങൾ, ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റേതുൾപ്പെടെയുള്ള തെളിവുകൾ അതൊരു തെളിവായി പുറം സമൂഹം കാണാത്ത തരത്തിൽ എങ്ങനെ അയക്കണമെന്നും എങ്ങനെ ഇല്ലാതാക്കണമെന്നും അറിയുന്ന വ്യക്തിയാണ് MLA എന്നതാണ് അവന്തിക ചൂണ്ടിക്കാട്ടുന്നത്. ഡിസപ്പിയർ ചെയ്യുന്ന, ഒരു തവണ കണ്ടാൽ ഡിസപ്പിയർ ചെയ്യുന്ന തരത്തിലാണ് മെസ്സേജുകൾ അയക്കുന്നത് എന്നതാണ് അവന്തിക സൂചിപ്പിച്ചത്. ഈ സമയത്ത് പോലും കോള് വരുമ്പോൾ അവന്തികയ്ക്ക് എന്താണ് ഭയം? ഇയാള് ഇത്രയും ധൈര്യമായിട്ട് ഞാൻ ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് തുറന്നു പറയുമ്പോഴും എന്നെ കോള് വിളിക്കാനും കാണിച്ച ധൈര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്തിക ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, കേരള സമൂഹം ഒപ്പമുണ്ട് എന്ന് കരുതുക.